പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിചാരിച്ച മറ്റ് പ്രിയപ്പെട്ട അച്ഛന്മാരെ, വാത്സല്യമുള്ള മാതാപിതാക്കളെ, സമർപ്പിതരെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിൻ്റെ തിരുവുത്ഥാനം ആചരിക്കുകയും നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സത്യത്തിലേക്ക് നമ്മളെല്ലാവരും ഒരിക്കൽ കൂടെ ഒന്നിച്ച് ചേർന്ന് സഭയായിട്ട് സമ്മേളിക്കുകയും ചെയ്യുന്ന അവസരമാണല്ലോ. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഏറ്റവും അവസാനത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട 8 തിരുവചനങ്ങളാണ്. അവിടെ തിരുവുത്ഥാനത്തോട് ചേർന്ന് സംഭവിക്കുന്ന വ്യക്തികൾക്കും സമൂഹത്തിനും ഈ പ്രപഞ്ചത്തിനും സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് സുവിശേഷകന് നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ മൃതശരീരത്തിൽ സുഗന്ധം പൂശുവാനായിട്ട് 2 സ്ത്രീകൾ, മഗ്ദലന മറിയവും കൂട്ടത്തിലുള്ള സഹോദരിയായ മറിയവും അവിടെ എത്തിയപ്പോൾ പ്രകൃതിക്ക് തന്നെ വലിയൊരു മാറ്റം. ഈശോ മരിച്ചപ്പോൾ ഒരു ഭൂകമ്പമുണ്ടായി എന്ന് സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നുവെങ്കിൽ ഉത്ഥാനത്തിൻ്റെ സമയത്ത് വലിയ ഒരു ഭൂകമ്പമുണ്ടായി എന്നാണ് മത്തായി സുവിശേഷകൻ പ്രത്യേകമായിട്ട് ഊന്നൽ കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ ഇറങ്ങി വന്നു, കല്ല് ഉരുട്ടി മാറ്റി. സാധാരണ നമ്മുടെ കുട്ടികളൊക്കെ കാണിക്കുന്ന പോലെ ഉരുട്ടി മാറ്റിയ കല്ലിൻ്റെ മുകളിൽ കയറിയിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്നിരുന്ന കാവൽക്കാരെല്ലാം പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി. അവരുടെ വസ്ത്രം വെട്ടി തിളങ്ങി രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ ചെന്ന് ഇരുന്നത് പോലെ. അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ സുവിശേഷകൻ അടിസ്ഥാനപരമായിട്ടുള്ള ജെറൂസലം സഭയിൽ ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള വലിയൊരു ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളുടെ മുമ്പിൽ നൽകുകയാണല്ലോ. അവിടെ ഒരു എവാഞ്ചലിസ്റ്റിനെ പോലെ, സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ ഈ മാലാഖ പറയുകയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല. വാസ്തവത്തിൽ ഈ മാലാഖ ആണ് അവിടെ എവാഞ്ചലിസ്റ്റായിട്ട്, പ്രഘോഷകനായിട്ട്, പ്രബോധകനായിട്ട് നിൽക്കുന്നത്. ഈ മാലാഖ ഈ സ്ത്രീകളോട് നിർബന്ധമായിട്ട് ഒരു കാര്യം പറഞ്ഞു. അവൻ കിടന്ന സ്ഥലം നിങ്ങൾ വന്ന് കാണണം, എങ്കിൽ മാത്രമേ ദൃക്സാക്ഷികളെ പോലെ നിങ്ങൾക്ക് ഈ കാര്യം മറ്റുള്ളവരോട് പറയാൻ പറ്റുകയുള്ളൂ. വെറുതെ ഞാൻ പറഞ്ഞു അല്ലെ നിങ്ങൾക്ക് തോന്നി, അതല്ല. നിങ്ങൾ വന്ന് അവൻ കിടന്ന സ്ഥലം കാണണം. അതാണ് മാലാഖ ഈ ഉത്ഥാനത്തെക്കുറിച്ച് ഈ 2 സ്ത്രീകളോട് പറയുന്ന ഏറ്റവും ശക്തമായ കാര്യം. അതേ തുടർന്ന് ഇത് കണ്ടപ്പോൾ മാലാഖ പറഞ്ഞത് അവർക്ക് ബോധ്യപ്പെട്ടു, അവൻ ഇവിടെ ഇല്ല, അവന് ഉത്ഥാനം ചെയ്തു, ഉയർത്തെഴുന്നേറ്റു. ആദിമസഭയുടെ പിതാക്കന്മാർ ഈ സുവിശേഷ സംഭവത്തെക്കുറിച്ച് പറയാറുണ്ട്. ഈ സ്ത്രീകൾക്ക് കൊടുത്ത നിർദ്ദേശം, നിങ്ങൾ ഗലീലിയായിലേക്ക് വേഗത്തിൽ ചെന്ന് ശ്ലീഹന്മാരോട് ഈ കാര്യം പറയണം. നിങ്ങൾ പോയി പ്രസംഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം എന്നല്ല, ശ്ലീഹന്മാരുടെ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ വേഗത്തിൽ ചെല്ലണം. അതിനെക്കുറിച്ച് ഒരു തർക്കവും ഉണ്ടാകരുത്. അങ്ങനെ ആ സ്ത്രീകളെ പറഞ്ഞയക്കുന്നതിനെക്കുറിച്ച് പിതാക്കന്മാർ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം, ഈ മാലാഖ 2 സ്ത്രീകളെ അയക്കുകയല്ല ചെയ്തത്, 2 സ്ത്രീകളാകുന്ന ആ ഏക സഭയെ ആണ് ശ്ലീഹന്മാരുടെ പക്കലേക്ക് പറഞ്ഞയച്ചത്. വലിയൊരു ചിന്തയാണ് ആദിമസഭയുടെ പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ നൽകുന്നത്. വെറുതെ 2 സ്ത്രീകളെ പറഞ്ഞയക്കുകയല്ല,
ആ രണ്ട് സ്ത്രീകളാകുന്ന ആ സഭയെ, അതായത് വധുവിനെ വരൻ്റെ പക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. പുതിയ ഒരു ബോധ്യം കിട്ടിയ വധു ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ ഒരു അടിസ്ഥാനപരമായ ചിന്തയിലേക്ക് വന്ന സഭ, അല്ലെങ്കിൽ സഭയായിത്തീരേണ്ട ആ വലിയ സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ പതിപ്പ്, അത് വരനായ ഈശോയുടെ പ്രഘോഷകരായ ശ്ലീഹന്മാരെ കാണുവാൻ വേണ്ടി പോവുകയാണ്. മലാഖ ഇങ്ങനെ അവരെ പറഞ്ഞ് അയച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ ഈ സ്ത്രീകളുടെ മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടു. ഗലീലിയായിൽ ചെന്ന് ശ്ലീഹന്മാർക്ക് കാണുന്നതിന് മുമ്പ് ഈ സ്ത്രീകളുടെ പക്കൽ ഈശോ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ആ സ്ത്രീകൾ അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ്. അതാണ് സഭ. ഇന്നും ഇപ്പോഴും ഇവിടെയും ഈ കത്തീഡ്രലിലും നമ്മൾ ചെയ്യുന്നത് അതാണ്. നമ്മൾ കർത്താവിൻ്റെ ഉത്ഥിതനായ ഈശോയുടെ പദാന്തികത്തെങ്കിലിരുന്ന് ആ വലിയ രഹസ്യത്തെ ഓർത്ത് ധ്യാനിക്കുകയാണ്. ആ സ്ത്രീകൾ ഓടി വന്ന് അവൻ്റെ പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് അവനെ ആരാധിച്ചു. പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ സ്ത്രീകളെ അനുകരിച്ചാണ് മറ്റൊരുപാട് സന്യാസ സമർപ്പിത സമൂഹങ്ങളൊക്കെ വന്നപ്പോൾ ഇവർ ചെയ്തതിനേക്കാൾ വലിയ പ്രവൃത്തി ഈശോയുടെ പാദങ്ങളാണ് അവർ ചുംബിച്ചതെങ്കിൽ, ഇന്ന് നമ്മളുടെ ഈ ഇടവകയിലുള്ള സേക്രഡ് ഹാർട്ടുകാർ ഈശോയുടെ ഹൃദയത്തെയാണ് ചുംബിച്ചത്. അതൊരു വളർച്ചയാണ്. അവർക്ക് പാദങ്ങൾ മാത്രമേ ചുംബിക്കാൻ സാധിച്ചുള്ളൂവെങ്കിൽ ഈശോയുടെ ഹൃദയത്തിൽ കയറിക്കൂടിയ സമർപ്പിതര്, അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വിശ്വാസ സമൂഹം, അതൊക്കെ ഈ ഉത്ഥാനത്തിൻ്റെ ചരിത്രപരമായ വിവരണങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വലിയൊരു പരിവർത്തനം അല്ലെങ്കിൽ വളർച്ചയും കൂടിയാണ്. അതുപോലെ തന്നെ മലാഖ ഈ സ്ത്രീകളോട് പറയുന്ന കാര്യം, നിങ്ങൾ ശ്ലീഹന്മാരുടെ കൂട്ടായ്മയാകുന്ന, ഒരുമിച്ച് ചേരലാകുന്ന ആ സഭയിൽ ചെന്ന് ചേർന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിശ്വാസം സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് ഏറ്റവും കാതലായ സംഗതി. നിങ്ങൾ ഒറ്റയ്ക്ക് നടന്ന് പ്രഘോഷിക്കുകയല്ല. സത്യവിശ്വാസം നിങ്ങൾ കണ്ട ആ കാര്യങ്ങൾ മുറുകെ പിടിക്കണമെങ്കിൽ, നഷ്ടപ്പെട്ട് പോകാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ വേഗത്തിൽ ഗലീലിയായിൽ ചെന്ന് ശ്ലീഹന്മാരോട് ഈ കാര്യം പറഞ്ഞ് ശ്ലീഹന്മാരുടെ കൂട്ടായ്മയിൽ നിങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അവിടെ മാത്രമേ ഈ രഹസ്യം നമുക്ക് കാര്യക്ഷമതയോടുകൂടി സൂക്ഷിക്കുന്നതിനും വളർത്തുന്നതിനും സാധിക്കുകയുള്ളൂ. പിന്നീട് നമ്മൾ കാണുന്ന ചരിത്രം അതാണല്ലോ. ഇവർ ചെന്ന് ഈ ശ്ലീഹന്മാരോട് ഈ കാര്യം പറയുകയും അവർ തിരിച്ചു വന്ന് പത്രോസും യോഹന്നാനും കൂടെ ഒരുമിച്ച് ഓടി കല്ലറയിൽ വന്ന് ഇറങ്ങി കണ്ട് എല്ലാം സാക്ഷ്യപ്പെടുത്തി അവർ ജെറൂസലത്ത് തിരിച്ചു ചെന്ന് ഒന്നിച്ചിരുന്ന് അപ്പം മുറിച്ച് പന്തക്കുസ്താ ദിവസത്തിൽ ഈ സത്യം ഒന്നുകൂടെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവർ പ്രഘോഷകരായിട്ട് മാറുകയാണ്. ശ്ലീഹന്മാരുടെ കൂട്ടായ്മയിൽ നമ്മളായിരിക്കുമ്പോഴാണ് നമുക്ക് സഭയായിരിക്കാൻ സാധിക്കുന്നത്. നമ്മളെപ്പോലുള്ളൊരു സഭ തോമാശ്ലീഹായോട് നേരിട്ട് ശ്ലൈഹിക ബന്ധത്തിൽ ഒരുമിച്ചിരിക്കുന്ന ആ സഭയ്ക്ക് കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വം ഈ ഉത്ഥാനത്തിൻ്റെ സന്ദേശം നൽകുവാനായിട്ടുണ്ട്. സഭ എപ്പോഴും അപ്പസ്റ്റോലിക്കാണ്, ശ്ലീഹന്മാരോട് ബന്ധപ്പെട്ടതാണ്. അപ്പസ്റ്റോലിക്കാകുന്നത് അവിടെ ഒരു ഇൻവിറ്റേഷൻ, ഒരു ക്ഷണം എപ്പോഴുമുണ്ട്. നിങ്ങൾ കണ്ട ആ എംപ്റ്റി ടൂമ്പ്, ശൂന്യമായ ആ കല്ലറ, ഈശോ ഉത്ഥാനം ചെയ്തു എന്നുള്ള ആ യാഥാർത്ഥ്യം നിങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് അപ്പസ്റ്റോലിക്. നിങ്ങൾ കണ്ട ആ കാര്യം നിങ്ങളുടെ ശ്ലൈഹികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടെടുക്കണം. അങ്ങനെ നിങ്ങൾ കണ്ട ആ സത്യം അത് കാത്തലിക്കാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ലോകത്തിൽ ആകമാനമുള്ള സകല മനുഷ്യർക്കും അതിൽ വന്ന് ചേരാൻ പറ്റുന്നതാണ്. കാത്തലിക് എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സന്ദേശം. ഈ ഉത്ഥാന ദിവസം, പുനരുത്ഥാനത്തിൻ്റെ
തിരുവുത്ഥാനത്തിൻ്റെ ആ സന്ദേശം അപ്പസ്റ്റോലിക്കും കാത്തലിക്കും ആകുന്നത് ഇന്ന് നമ്മളിലൂടെയാണ്. ഒരു അപ്പസ്റ്റോലിക് സഭയുടെ പിന്തുടർച്ചക്കാർ എന്ന നിലയിൽ ആ സത്യത്തിൽ കലർപ്പില്ലാണ്ട് നമ്മളത് പ്രഘോഷിക്കുമ്പോഴാണ് അത് കാത്തലിക്കാകുന്നത്. ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് എപ്പോഴും പറയുന്നതാണല്ലോ, നിരന്തരമായിട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം. പെസഹ നാളിൽ യഹൂദന്മാരുടെ ചരിത്രം അതാണല്ലോ. ആ കുട്ടികൾ മാതാപിതാക്കളോട് വീട്ടിൽ എപ്പോഴും ചോദിക്കും, ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ആടിനെ കൊല്ലുന്നതിന്റെ അർത്ഥം എന്താണ്? ആടിന്റെ രക്തം കുടിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? സ്വർഗത്തിൽ നിന്ന് വീണ മന്ന എന്താണ്? മന്ന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇതെന്താണ് എന്നാണ്. ഇതെന്താണ്? നമ്മളൊരു യഹൂദ വീട്ടിലാണ് തിരുവചനം വായിക്കുന്നെങ്കിൽ ആ കുട്ടികളെല്ലാവരും ആ വായിക്കുന്ന ആളിനോട് പറയും, ഇതെന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അതാണ് പ്രഘോഷണം. അതാണ് തുടർച്ചയായിട്ട് നമ്മൾ സ്വീകരിച്ച ആ സത്യം നഷ്ടപ്പെട്ടു പോകാണ്ട് നമുക്ക് കാത്തു സൂക്ഷിക്കുവാനുള്ള ഏകമാർഗം. ലൂക്കാസ് സുവിശേഷകൻ ഒരു ഉപമയിൽ പറയുന്നുണ്ടല്ലോ, വിരുന്നുശാലയിൽ ഒരുപാട് സ്ഥലം ഇനിയുമുണ്ട്. എല്ലാ സ്ഥലത്തും ഇനിയും കൂടുതൽ ആളുകൾ ഈ സന്ദേശം സ്വീകരിച്ച് കർത്താവിൻ്റെ സഭയിലേക്ക് കടന്ന് വരേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മളുടെ സാക്ഷ്യപ്പെടുത്തുന്നവർ ഓർമ്മയുള്ളവരായിരിക്കണം. മറവിയുള്ളവർക്ക് ഒന്നും സാക്ഷ്യപ്പെടുത്താൻ പറ്റുകയില്ല. സഭ തന്നെയും മിശിഹായുടെ ഓർമ്മയാണ്. ബെനഡിക്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞു, സഭ മിശിഹായുടെ ഓർമ്മയാണ്. ഈ ഓർമ്മയുള്ളവർക്ക് ഇതേക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. വിറ്റ്നസ്സിങ് അതാണ്. ആ സ്ത്രീകൾ കണ്ട ശൂന്യമായ കല്ലറ, സ്ത്രീഹന്മാർ കണ്ട ശൂന്യമായ കല്ലറ, ഈശോ ഉത്ഥാനം ചെയ്തു എന്നുള്ള മാലാഖായുടെ പ്രഘോഷണം, ആ കാര്യത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നമ്മൾ ഈ തിരുനാളിലും നമ്മളുടെ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ഓർക്കുന്നതും പ്രഘോഷിക്കുന്നതുമെല്ലാം. ആ ഓർമ്മ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ മഗ്ദലന മറിയം ഈ കർത്താവിൻ്റെ കുടീരം സന്ദർശിച്ചപ്പോൾ അവള് കരഞ്ഞുകൊണ്ട് കരയ്ക്ക് നിൽക്കുകയാണ്. ഈശോയ്ക്ക് കാര്യം മനസ്സിലായി. നമ്മളും സ്വന്തക്കാരും മരിക്കുമ്പോൾ കല്ലറയെങ്കിൽ പോയി നിന്ന് കരയും. പക്ഷേ ഈശോ ഉത്ഥാനം ചെയ്ത് കല്ലറയുടെ കരയ്ക്ക് നിൽപ്പുണ്ട്. മറിയത്തിന് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു അവസരത്തിലാണ് ഉത്ഥാനം ചെയ്ത ഈശോ മറിയം എന്ന് അവളെ വിളിക്കുന്നത്. അവിടെ സുവിശേഷകൻ പറയുന്നത്, മറിയം എന്ന പേര് ശബ്ദം കേട്ടപ്പോൾ അവൾ അവനെ നോക്കി, അവന്റെ നേർക്ക് അവൾ തിരിഞ്ഞു. ഇന്ന് ലോകം മുഴുവനും, ക്രൈസ്തവ ലോകം മുഴുവനും കർത്താവിന്റെ നേർക്ക് തിരിഞ്ഞ് ഇരിക്കുകയാണ്. ഉത്ഥാനം ചെയ്ത ഈശോ മറിയം എന്ന് അന്ന് ആ സ്ത്രീയെ വിളിച്ചതുപോലെ ഇന്ന് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. നമ്മളും ആ കർത്താവിന്റെ മുഖത്തേക്ക് തിരിയുകയാണ്. ഉത്ഥാനം അതാണ്. ഉത്ഥിതനായ ഈശോയിലേക്ക് തിരിയാൻ തക്കവണ്ണം നമ്മൾ ആ സ്വരം കേൾക്കുകയും ആ സ്വരം നമ്മുടെ ജീവിതത്തിന്റെ പ്രമാണമായിട്ട് മാറുകയും ചെയ്യുകയാണ്. ഒരു കുഞ്ഞിനെ മാമോദീസ മുക്കുമ്പോൾ നമ്മൾ പേര് വിളിക്കുന്നുണ്ട്, സ്ഥൈര്യലേപനം കൊടുക്കുമ്പോഴുണ്ട്, വിവാഹകർമ്മത്തിലുണ്ട്, പട്ടം കൊടുക്കുമ്പോഴുണ്ട്. ആ അവസരത്തിലെല്ലാം ഈ വ്യക്തി ഈശോയിലേക്ക് തിരികുകയാണ്. ആ ടേണിംഗ് ആണ് നമ്മളുടെ ആത്മീയത. ആ ടേണിങ്ങിലാണ് ഉത്ഥാനത്തിന്റെ ദൈവശാസ്ത്രം, നമ്മൾ സഭയാകുന്ന ശരീരം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തിരുവുത്ഥാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു സ്പേസ്, കർത്താവിലേക്ക് തിരിയാനുള്ള ഒരു മനസ്സും അതിനുള്ള ഒരു സ്ഥലവും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ചിന്തകളിലും ഉണ്ടാകണം. നമ്മളെല്ലാവരും ഒന്നിച്ച് കർത്താവിലേക്ക് തിരിയുമ്പോൾ, കർത്താവ് നമ്മളെ വിളിക്കുന്ന ആ ശബ്ദം കേൾക്കുമ്പോഴാണ് ഉത്ഥാനം ചെയ്ത ഈശോയുടെ ആ കൃപ നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകി എത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ പ്രഭാതത്തിലെ ഈ പരിശുദ്ധ കുർബാനയിൽ ഒന്നിച്ചു ചേർന്ന് നിങ്ങളോടൊത്ത് ഈ കുർബാന അർപ്പിച്ച് ദൈവവചനത്തിലൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മെ തന്നെ തിരിക്കാം. ആ ടേണിങ്, ആ ഒരു തിരിവ്, ആ നോട്ടം, ആ ഓർമ്മ എല്ലാം നമുക്ക് എന്നത്തെയുംകാൾ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ ഗ്രാൻഡ് മിഷനിലും
അതുപോലെ ഓശാന മുതലുള്ള എല്ലാ തിരുക്കർമ്മങ്ങളിലും കത്തീഡ്രലിൽ ധാരാളം ആളുകൾ പള്ളി നിറഞ്ഞ് കവിഞ്ഞ് വന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തത് കർത്താവിൻ്റെ പക്കലേക്ക് നമ്മൾ തിരിയുന്നു. കർത്താവിന് വേണ്ടി നമ്മളുടെ ഹൃദയത്തിൽ ഒരു സ്പേസ് ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ്. നല്ല പങ്കാളിത്തം ഈ വിശുദ്ധ കുർബാനയിലും മറ്റ് തിരുക്കർമ്മങ്ങളിലും ഈ 5-6 ദിവസങ്ങളിലും ഞങ്ങളുടെ വാർഷിക ധ്യാനത്തിൻ്റെ അവസരങ്ങളിലുമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു കൃപയാണ്. പാലാ കത്തീഡ്രലിന് പാലായിക്കുള്ള ക്രൈസ്തവ പാരമ്പര്യം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് അങ്ങനെയാണ്.